പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ ആക്രമിച്ച പുലിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. നേരത്തെ സാജിദ് അജ്മൽ റിപ്പോർട്ട് ചെയ്ത പ്രകാരം 2 തവണ പുലിയെ പിടികൂടാനുള്ള മയക്കുവെടി വെച്ചിരുന്നു. ഇപ്പോൾ വനം വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായ പുലിയെ മറ്റ് കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത്. വലിയ പ്രതിഷേധം പുലിയെ പിടികൂടാത്തതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ അടക്കമുള്ള ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ പുലിയെ മയക്കുവെടി വെച്ച ശേഷം പിടികൂടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് വരുന്നത്. പുലിയെ കൂട്ടിലേക്ക് മാറ്റും. കുങ്കിയാനകളെ അടക്കം എത്തിച്ചുകൊണ്ട് പുലിയെ പിടികൂടാനുള്ള തീവ്ര ശ്രമമാണ് ഉണ്ടായത്. ഇപ്പോൾ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, എന്താണ് ഏറ്റവും പുതിയ വിവരം? രേഷ്മ, അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പുലിയെയും കൊണ്ട് ഈ വാഹനം ഇങ്ങോട്ട് വരും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 2 തവണ വെടിവെച്ചു. ഇപ്പോഴെന്തായാലും കുങ്കിയാന അതിന്റെ ദൗത്യം പൂർത്തിയാക്കി മുകളിലേക്ക് കയറിയിട്ടുണ്ട്, റോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പുലിയെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതിനെ ഒരു കമ്പിളിയിൽ കെട്ടി അതിനുശേഷം കൂട്ടിലേക്ക് മാറ്റുകയാണ്. എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഈ പുലി കഴിഞ്ഞ 18 ദിവസമായി വലിയ അക്രമമാണ് ഈ പ്രദേശത്ത് നടത്തിയിരുന്നത്. 6 പേർക്ക് പരിക്കേറ്റു, ഇതിൽ 2 പേർ മരിച്ചു. ഇത്തരത്തിൽ വലിയ ഒരു അക്രമകാരിയായ നരഭോജിയായ പുലിയാണ് ഇന്നലെ 3 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഈ കൊന്നത്. ഇന്ന് രാവിലെ മുതൽ വളരെ ചിട്ടയായ പ്രവർത്തനമാണ് തമിഴ്നാട് വനം വകുപ്പ് നടത്തിയത്. ഈ 100 അംഗ സംഘമായിരുന്നു ഇതിന് ഉണ്ടായിരുന്നത്. ഈ ദൌത്യ സംഘത്തിൽ CCFന്റെ നേതൃത്വത്തിലുള്ള ദൌത്യ സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം ബാക്കി എല്ലാ ആളുകളെയും അവിടെ നിന്ന് മാറ്റി. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ വലിയ വിശാലമായ ഈ ചായത്തോട്ടമാണ്. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തുകൂടെയും ഈ മുകളിലേക്ക് കയറുകയും ആളുകളെ ആക്രമിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റിയിരുന്നു. ഈ രീതിയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസും വനം വകുപ്പും കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു. ഇപ്പോഴെന്തായാലും അതിനെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ട് ഈ പുലിയെ കൊണ്ടുവരും. ഈ പുലിയെ തങ്ങളുടെ കണ്ടാൽ മാത്രമേ തങ്ങൾക്ക് വിശ്വാസമാകുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ഈ സമരം പിച്ചുമൊട്ടം ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സമ്മതിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പുലിയെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇങ്ങോട്ട് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പന്തലൂരിൽ പിടികൂടിയ പുലിയെ ഉടൻ തന്നെ വാഹനത്തിൽ എത്തിക്കുമെന്നുള്ള വിവരമാണ് സാജിദ് അജ്മൽ നൽകുന്നത്. സാജിദ്, എങ്ങോട്ടേക്കാണ് പുലിയെ മാറ്റാൻ പോകുന്നത് എന്നുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ പുലിയെ എങ്ങോട്ട് മാറ്റും എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ആളുകൾ പറയുന്നത് ഇതൊരു നരഭോജി പുലിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ ജനവാസ മേഖലയിൽ അത് ഏത് ഭാഗത്താണെങ്കിലും തുറന്നു വിട്ടാൽ അത് വീണ്ടും ഇങ്ങോട്ട് എത്തും എന്നുള്ളതാണ്. അതായത് ഈ മുതുമല പോലെയുള്ള വലിയ വന്യജീവി സങ്കേതങ്ങളുണ്ട്. ആ വന്യജീവി സങ്കേതത്തിൽ അടക്കം വിട്ടാലും ഈ നരഭോജി ആയതുകൊണ്ട് തന്നെ വീണ്ടും ജനവാസ മേഖലയിൽ എത്താനുള്ള സാധ്യത ആളുകൾ പറയുന്നു. അതുകൊണ്ട് ഇതിനെ സൂവിലേക്കോ മറ്റോ മാറ്റുക, മൃഗശാലയിലേക്ക് മാറ്റുക എന്നൊരു കാര്യമാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച MLA ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി ഒരുപക്ഷെ വനം വകുപ്പ് പരിഗണിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. നിലവിൽ എങ്ങോട്ട് മാറ്റും എന്ന കാര്യത്തിൽ ഇപ്പോഴും വനം വകുപ്പ് ഒരു സ്ഥിരീകരണം നമ്മോട് പറയുന്നില്ല. എന്തായാലും ഈ പൂർണ്ണമായി ഈ വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലായി കൂട്ടിലേക്ക് മാറ്റുന്ന പ്രക്രിയ തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ട് എത്തിക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സാജിദ്, ഈ സമരത്തിന്റെ കാര്യത്തിൽ തീരുമാനമായോ? പുലിയെ പിടികൂടുന്നത് വരെ സമരം ചെയ്യുമെന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞത്. ഇപ്പോൾ പുലിയെ പിടികൂടിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്ത് വിവരം ലഭിക്കുന്നുണ്ട് ഇപ്പോൾ?
ഈ സമരം പുലിയെ മയക്കുവെടി വെക്കുകയല്ല, പകരം പുലിയെ വെടിവെച്ച് കൊല്ലുക, ഇല്ലെങ്കിൽ പുലിയെ പിടിച്ച് തങ്ങളുടെ കണ്ണാൽ കാണുക, എന്നാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം, മേപ്പാടി വഴി കോഴിക്കോട് നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയപാതയാണ്. ഈ ദേശീയപാത പൂർണ്ണമായും ആളുകൾ ഉപരോധിച്ചു. മണിക്കൂറുകളോളം, അതായത് ഏതാണ്ട് അത് 24 മണിക്കൂറിന് അടുക്കുകയാണ്. ആ വിധത്തിലുള്ള ഒരു ഉപരോധ സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ പുലിയെ പിടിച്ചത് ഈ കാണുകയും അതിനുശേഷം ഈ സമരം അവസാനിപ്പിക്കുകയുമായിരിക്കും ചെയ്യുക. നേരത്തെ MLA-യും അത് തന്നെയാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം, ഈ കുട്ടി മരിച്ച് ഇന്നലെ 4:30 കൂടിയാണ് ഈ പുലിയുടെ കടിയേറ്റ് മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. അതിനും രക്ഷിതാക്കൾ ഇതുവരെ അവർക്ക് അനുവാദം നൽകിയിട്ടില്ല, അത്തരം ഒരു ഒപ്പിട്ട് നൽകിയിട്ടില്ല. ഇതിനുശേഷമായിരിക്കും അതും ഉണ്ടാവുക. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പുലിയെ പിടിച്ചു എന്ന് ഇവർ സ്ഥിരീകരിക്കുകയും ഈ സമരം അവസാനിപ്പിച്ചായി പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കും ഉണ്ടാവുക. രശ്മ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അംബ്രോസ് വളവ് എന്ന ഈ സ്ഥലത്ത് ഈ പുലിയെ പിടികൂടിയതിന് ഒരു 200 മീറ്റർ ഇപ്പുറത്ത് പുലിയെ പിടികൂടിയതായി അറിഞ്ഞ് എത്തിയ ആൾക്കൂട്ടമാണ്. ഇവിടെ ഈ ഗുഡലൂർ MLA, അതുപോലെ തന്നെ RDO, തഹസിൽദാർ തുടങ്ങിയ ആളുകളും ഈ ഇത് അറിഞ്ഞ് എത്തിയ പ്രദേശവാസികളുമായി നിരവധി പേരും ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. രശ്മ, ഈ ആംബ്രൂസ് വളവിന് സമീപത്തേക്ക് ഈ പുലിയെ പിടികൂടിയതറിഞ്ഞ് നാട്ടുകാരൊക്കെ എത്തുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. പുലിയെ പിടികൂടി എന്നാണ് ഏറ്റവും പുതിയ വിവരം. വലിയ ഒരു ആശ്വാസമാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായും ആ നാട്ടുകാർക്കുണ്ടാകുന്നത്. ഇന്നലെ 3 വയസ്സുള്ള കുഞ്ഞിനെയാണ് പുലി കടിച്ച് കൊന്നത്. വലിയ പ്രതിഷേധം നാട്ടുകാർ ഉയർത്തിയിരുന്നു. ഇപ്പോഴും പ്രതിഷേധം അവിടെ ഒരു വശത്ത് തുടരുന്നുണ്ട്. പുലിയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റം എങ്ങോട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ആ വിവരം പുറത്തുവിട്ടിട്ടില്ല. മയക്കുവെടി വെച്ചാണ് പുലിയെ പിടികൂടിയത്. അപ്പം കുങ്കിയാനകളെയൊക്കെ ഈ പുലിയെ പിടികൂടാനുള്ള ദൗത്യത്തിനായി എത്തിച്ചിരുന്നു. ഇപ്പോൾ പുലിയെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. സാജിദ് അജ്മലാണ് പന്തല്ലൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.